സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഡ്രീമാണ് സാർ. ആയിക്കോട്ടെ, നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ ആവശ്യം വരുമ്പോ വിളിക്കാം. മണ്ണാത്തിമൂല അത് കേട്ടിട്ടുണ്ടല്ലോ. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു പടം? ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായി. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? കരുത്തമാര് നമ്മുടെ നാട്ടിൽ വന്ന് കഞ്ചാവ് ഇരിക്കുക കേട്ടോ. ചേട്ടൻ എന്താ വേണ്ടേ? എന്റെ നാട് എന്റെ നാക്ക്, എനിക്ക് ഇഷ്ടമുള്ള പറയും. നീ ഇടുക്കിൽ എവിടെയാന്നാ പറഞ്ഞേ? രാജമല. അവന്റെ മോൻ മാറിയതാണോ? നീ ബാഗ് പറഞ്ഞു. ചേട്ടാ എന്നത്തിന് ഞാൻ ബാഗ് ഓർക്കുന്നു. എന്നാത്തിനാ പിന്നെ പറഞ്ഞു ബാഗ് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് ഞാൻ ഒപ്പീനിയൻ പറയാൻ ആളല്ല, കാണട്ടെ ആൾക്കാർ കണ്ടതിന് ശേഷം പറയുന്നത്. ഓക്കെ, എന്നാലും എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുതലും ചെറുപ്പമാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിന് ശേഷമുള്ള ഒരു വലുതായതിനു ശേഷം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നല്ല പ്രതീക്ഷയാണ്, നല്ലത് വരട്ടെ എന്ന് വിശ്വസിക്കുന്നു. വെറൈറ്റി കഥയായിരുന്നു. സാധാരണ ഇപ്പം കളിക്കുന്ന പോലത്തെ വേറെ ഒരു ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ടായിരുന്നു ഫിലിം. നമുക്ക് കണ്ടിരിക്കാം. സസ്പെൻസ് ഒക്കെ ഉണ്ട്. വലിയൊരു താരബാഹുല്യമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം സസ്പെൻസ് ഒക്കെ ഉള്ളൊരു മൈൽഡായിട്ടുള്ള നല്ല മൂവി. ആ ഡ്രൈവർ ഇതിനു മുമ്പ് എവിടെ കണ്ടുപോലെ തോന്നുന്നു. കണ്ടിട്ടുണ്ടാവും. ഓനാ ജീപ്പ് കൊടുത്തോണ്ട് ലോകം മൊത്തം ചുറ്റുന്നതല്ലേ. ഇനി ഒറ്റ ചോദ്യം പറ, എന്തിന് ഈ 5 വിരലുകളും ഇങ്ങനെ ചേർന്ന് നിൽക്കണമെങ്കിൽ ഒരു കൈ വേണം. അതാണ് സാർ. വെറും കള്ളനല്ല, ഒരു കുണ്ട. അവളിത് എന്നോട് പറഞ്ഞ പോലെ വേറെ ആരുടെയും പറഞ്ഞാൽ പിന്നെ എന്ത് നടന്നാലും നീ ഒറ്റയ്ക്ക് നേരിട്ടേണ്ടി വരും. ഒരേ രാത്രിയിൽ 2 മരണം. അവിടെ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട്, അത് ഉറപ്പാ. 2 ആക്സിഡന്റലി സംഭവിച്ചാണെന്ന് എല്ലാരും പോലെ നീയും വിശ്വസിച്ചോ? നിന്റെ കപ്പിയാർക്ക് എപ്പോഴും ജീവനുണ്ടല്ലോ അല്ലേ? നീ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കി. അവരെയും കൊന്നതായിരിക്കും അല്ലേ? നല്ല മൂവിയാണ്, നല്ല ഷോർട്ടാണ്, വേറെ ബോറിംഗ് ഇല്ല, നല്ല സീൻ ബേസ് ഇല്ല, വളരെ നന്നായിരുന്നു.